ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ക്രിസ്മസ് ഡെക്കർ ഐറ്റമാണ്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത്, നമ്മൾ ക്രിസ്മസ് ട്രീയുടെ വീഡിയോ ചെയ്ത സമയത്ത് ആ ഫാനിൻ്റെ നടുവിലത്തെ ഭാഗം ഞാൻ ഊരി മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ ഭാഗമാണ് നമുക്ക് ഇന്നത്തെ ക്രാഫ്റ്റിന് വേണ്ടി ആവശ്യമുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു വാൾപേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് മേശയിലേക്ക് ഒട്ടിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി വന്ന കുറച്ച് ചെറിയ ചെറിയ പീസുകളാണ് ഉള്ളത്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഒട്ടിക്കുന്നത്. അപ്പോൾ ഈ ബേസിലേക്ക് ആ വാൾപേപ്പർ ഒട്ടിച്ച് ചെയ്യുമ്പോൾ ഒരു വുഡിൻ്റെ ഇഫക്റ്റ് വരും. ഒട്ടിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഒന്ന് വച്ച് നോക്കി കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് ഒട്ടിക്കുക. കാരണം ഒരു വട്ടം നമ്മൾ അമർത്തി ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ എടുത്തു കഴിയുമ്പോൾ പിന്നെ രണ്ടാമത് അത് ഒട്ടില്ല, ചിലപ്പോൾ ചുളുങ്ങി വയ്ക്കുമ്പോൾ. അപ്പോൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഒട്ടിക്കാൻ. ഇനി നമുക്ക് വേണ്ടത് ചാർട്ട് പേപ്പർ അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ളൊരു പേപ്പറാണ്. അത് നമ്മൾ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ 15 സെൻറ്റിമീറ്ററിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതെന്നിട്ട് നമ്മളൊരു കോൺ ഷേപ്പിലേക്ക് ആക്കണം. നമ്മൾ കോണിന് പേപ്പർ കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എടുത്തിരിക്കുന്ന ബേസ് ഏതാണോ അതിന് പറ്റണ തരത്തിലുള്ള കോണായിരിക്കണം നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് പച്ച കളർ വൂളൻ ത്രെഡാണ്. ത്രെഡ് നമുക്ക് അറ്റം ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ച് കോണിലേക്ക് ചുറ്റി കൊടുക്കാം. നമ്മൾ ഈ കോൺ കാണുമ്പോൾ ക്രിസ്മസ് ട്രീയുടെ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് കോണിന് പച്ച കളർ വൂളൻ ത്രെഡ് വെച്ച് ചുറ്റുന്നത്. പച്ച കളർ നൂല് ചുറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ ഒരു ഗോൾഡൻ കളർ നൂല് വെച്ച് കൂടി ചുറ്റി കൊടുക്കാം. നമ്മൾ ഈ ക്രിസ്മസ് ട്രീയൊക്കെ ഡെക്കറേറ്റ് ചെയ്യണ പോലെ തന്നെ ഇതും ഒന്ന് ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചുറ്റി കൊടുക്കുന്നത്. ഇനി ഈ ക്രിസ്മസ് ട്രീയുടെ മുകളിലേക്ക് നമുക്കൊരു ബെല്ല് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ഗോൾഡൻ കളർ ബെല്ലാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനിവിടെ അടുത്ത് തന്നെയുള്ളൊരു കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് നമുക്ക് ഓൺലൈനും വാങ്ങാൻ കിട്ടും. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു റെഡ് കളർ റിബൺ ആണ്. 20 സെൻറ്റിമീറ്റർ നീളത്തിലാണ് ഞാൻ ഈ റിബൺ എടുത്തിരിക്കുന്നത്. നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ചെറിയ ബോ ഉണ്ടാക്കിയിട്ട് ആ ബെല്ലിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ചെറിയ ചെറിയ ഗിഫ്റ്റ് ബോക്സസ് ആണ്. ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കണമെന്നുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. അതുകൂടി ഞാൻ ഈ വീഡിയോയിലേക്ക് ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ഈ ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കാൻ ഞാൻ മെയിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് A4 പേപ്പറാണ്. ബോക്സ് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ ചുറ്റും ഗ്ലിറ്റർ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനത്തെ ടേപ്പ് ഇല്ലെങ്കിൽ നമുക്ക് അതുപോലത്തെ പേപ്പറോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ പൊതിയാനെടുക്കുന്ന റാപ്പറോ അങ്ങനത്തെ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ഈ ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കാം. ഗിഫ്റ്റ് ബോക്സ് ഇങ്ങനെ ഉണ്ടാക്കണതിന് പകരം ഇപ്പം നിങ്ങളുടെ കയ്യിൽ ചെറിയ ചെറിയ കാർഡ്ബോർഡ് ബോക്സസ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഇതുപോലെ സെലോ ടേപ്പോ അതല്ലാന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് പേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞാലും ഇതുപോലെ ഗിഫ്റ്റ് ബോക്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് ബേസിലേക്ക് ഒട്ടിക്കാൻ വേണ്ടത് ഒരു പൈൻ കോൺ ഫ്ലവറും 2 ക്രിസ്മസ് ബോൾസും കുറച്ച് പഞ്ഞിയും അതുപോലെ തന്നെ 4 ബെറീസുമാണ്. 3 എണ്ണം റെഡ് കളറും 1 എണ്ണം ഗോൾഡൻ കളറും. ഇനി നമുക്ക് ഇതോരോന്നായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ബേസിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. പൈൻ കോൺ ഫ്ലവർ നമുക്ക് ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങാൻ കിട്ടുന്ന എല്ലാ കടകളിലും കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനിൽ നിന്നും വാങ്ങാൻ പറ്റും. ക്രിസ്മസ് ബെറീസും അതുപോലെ തന്നെ കടയിൽ വാങ്ങാൻ കിട്ടും തോന്നുന്നു. പക്ഷെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് നമ്മൾ ബേസിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് ഫെവിക്കോളിന് പകരം ഗ്ലൂ ഗൺ വെച്ചോ അതുപോലെ ഫെവി ബോണ്ട് വെച്ചോ ഒട്ടിച്ചു കൊടുക്കുക. അതാവുമ്പോൾ ഒരിക്കലും അത് വിട്ടുപോരില്ല. നമുക്ക് ക്രിസ്മസ് ഡെക്കർ ഐറ്റമായിട്ട് വീട്ടിൽ വയ്ക്കാൻ വേണ്ടി മാത്രമല്ല, ഫ്രണ്ട്സിന് ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കാനും ഇത് ഉപകാരപ്പെടും. വളരെ എളുപ്പത്തിൽ കുറച്ച് സമയം കൊണ്ട് നല്ല ഭംഗിയിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഡെക്കർ ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ ക്ലിക്ക് ചെയ്യുക. താങ്ക്